ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ സജിനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതേ കണക്ക് കുറേ നാളായിട്ട് തന്നെ ഉണ്ടെങ്കിൽ ഒരുപാട് പേര് ടാർഗറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എനിക്കിതിൽ തെളിവൊന്നും പറഞ്ഞ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാക്കി വെളിയിൽ വിട്ടുകൊണ്ടിരിക്കുന്നത്. അത് കുറേ നാളായിട്ടുണ്ട് ഇത് കണക്ക് ചെയ്യുന്നുണ്ട്. ഞാനുണ്ടെങ്കിൽ പലവട്ടം ഇതിൽ താല്പര്യമില്ല, അല്ലെ ഇത് കണക്ക് ചെയ്യരുതെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അതിലുണ്ടെങ്കിൽ ദിയ സനയുണ്ട്. അവളെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും ഇത് കണക്ക് മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്നുള്ള രീതിയിലെ സത്യം ഞാൻ തുറന്ന് പറഞ്ഞതിനെ തുടർന്ന് അന്ന് കാലം തൊട്ട് തുടങ്ങിയതാണ് ഇതിനകത്തുള്ള കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ. എന്നെ വെറുതെ വിടാതെ ഇതേണൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇനിയുണ്ടെങ്കിൽ ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ വെറുതെ വിടത്തില്ല. അതിലുണ്ടെങ്കിൽ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യുന്നുള്ള രീതിയിലായിരുന്നു സജിന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടെ തന്നെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവരും ഇതേണക്ക് ഓരോരോ വീഡിയോസും അതോടെ തന്നെ ഇല്ലാത്ത ഓഡിയോസും എല്ലാം വെളിയിൽ പെടുത്തുന്നുണ്ട്. ഇതുണ്ടാക്കി ഞാൻ നിയമപരമായിട്ട് എന്നെ നേരിടാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ വെറുതെ വിടത്തില്ല, വേണ്ട ശിക്ഷയും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചു കൊടുത്തിരിക്കും എന്നുള്ള രീതിയിലായിരുന്നു സജിന പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നാലും കറക്റ്റായിട്ടുണ്ടെങ്കിൽ ഇത് കണക്ക് ഫിറോസ് പുറത്ത് വിട്ട വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല. മെയിനായിട്ടുണ്ടെങ്കിൽ ദിയ സനയെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ അവളാണ് എന്നെ ദ്രോഹിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു സജിന പറഞ്ഞിട്ടുണ്ടായിരുന്നത്.